ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഓണം സീരീസിൻ്റെ 6ാമത്തെ വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മളിന്ന് ഓണസദ്യയ്ക്കുള്ള വടക്കൂട്ട് കറിയാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ആദ്യമേ തന്നെ നമ്മൾ ഉഴുന്നെടുത്തിട്ടുണ്ട്, 1/2 കപ്പ് ഉഴുന്നെടുത്തിട്ടുണ്ട്. ഇതിനി 2 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർക്കണം. നമ്മളിപ്പോൾ കഴുകി വെച്ചിരിക്കുന്നതാണ്. ഇതിപ്പോൾ ഉഴുന്ന് നമ്മൾ നല്ലപോലെ കഴുകി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി 2 മണിക്കൂർ ഇതിനെ കുതിർത്തെടുത്തിട്ട് വരാം. ഉഴുന്നിപ്പോൾ നല്ലപോലെ കുതിർന്ന് കഴിഞ്ഞു. ഇനി ഇതിനെ നമുക്ക് അരച്ചെടുക്കണം. അപ്പോൾ ഇതിനാദ്യം നമുക്കൊരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം നമ്മൾ വെള്ളം ചേർക്കാണ്ടാണ് അരയ്ക്കുന്നത്. അപ്പോൾ വെള്ളം ചേർക്കാണ്ട് നമുക്ക് അരച്ചിട്ട് വരാം. നമ്മൾ അരയ്ക്കുമ്പോൾ നല്ല കട്ടിയായിട്ട് തോന്നുകയാണെങ്കിൽ ഓരോ സ്പൂണ് വെള്ളം വെച്ച് ഒഴിച്ചു കൊടുത്ത് അരച്ചെടുക്കാം. ഒരുപാട് വെള്ളം ഒഴിക്കുകയാണെങ്കിൽ അരഞ്ഞു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഉഴുന്നുവട ഉണ്ടാക്കാനായിട്ട് പറ്റത്തില്ല. ഇപ്പം നമ്മൾ 1 ടീസ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇങ്ങനെ നിങ്ങൾക്കും നല്ല കട്ടി തോന്നുന്ന സമയങ്ങളിൽ 1 ടീസ്പൂൺ വെച്ച് ഒഴിച്ചു കൊടുത്ത് അരച്ച് എടുക്കാം. നല്ല സോഫ്റ്റായിട്ട് നമ്മളിപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ടുണ്ട്. നമുക്ക് 1 ടീസ്പൂൺ വെള്ളം മാത്രമേ ഒഴിക്കേണ്ടി വന്നുള്ളൂ. അത് മാത്രമേ നമ്മൾ ഒഴിച്ചിട്ടുള്ളൂ. അപ്പോഴും തന്നെ നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനിയൊരു പാത്രം എടുത്ത് പാത്രത്തിലേക്ക് നമ്മൾ അരച്ച് വെച്ച ഉഴുന്ന് തട്ടി കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നമ്മളിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഉപ്പ് കുറച്ചിട്ടാൽ മതി, കാരണം വടയിൽ ഉപ്പ് കുറഞ്ഞാലും കുഴപ്പമില്ല. നമ്മളെ കറിക്ക് നല്ല ഉപ്പ് കാണും. 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞതും കൂടി എടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. കൂട്ടുകറിക്ക് വട ഉണ്ടാക്കുമ്പം വെള്ളം കൂടിയാലും കുഴപ്പമില്ല, കാരണം നമ്മൾ നല്ല ഷേപ്പിലല്ല ഉണ്ടാക്കിയെടുക്കുന്നത്. ചെറിയ ബോൾസായിട്ടോ ഇങ്ങനെ സ്പൂൺ കൊണ്ട് കോരിയോ ഒക്കെ ഇട്ടാലും മതി. ഇത്രയും മതി. ഇനി നമുക്ക് ചട്ടി അടുപ്പത്ത് വയ്ക്കാം. ചട്ടി അടുപ്പത്ത് വെച്ച് അത് ചൂടാകുമ്പോഴേക്കും നമുക്കതിലേക്ക് വടയ്ക്ക് ആവശ്യമായിട്ടുള്ള അത്രയും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോഴേക്കും നമ്മുടെ മാവ് നമുക്ക് ചെറിയ ചെറിയ ഉരുളകളായിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം. ചെറിയ ബോൾസായിട്ട് ഇട്ടാൽ മതി, കാരണം കറിയിൽ കിടന്നു കഴിഞ്ഞാൽ ഇത് കുതിർന്ന് നല്ലപോലെ വലുതായി പോവും. അപ്പം അങ്ങനെ ഇടണ്ട. കൈ കൊണ്ടിടുന്നതിന് പകരം സ്പൂൺ കൊണ്ടാണെങ്കിലും കോരി കോരി ഇങ്ങനെ ചെറുതായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. എല്ലാ സൈഡും മുരിച്ചെടുക്കണം. അപ്പോൾ നമ്മളിങ്ങനെ ഇളക്കി ഇളക്കി ഓരോ സൈഡും മാറ്റി മാറ്റി ഇട്ട് കൊടുക്കണം. നല്ലപോലെ മുരിങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്കിതിനെ കോരി മാറ്റാം. നമ്മുടെ വട നല്ലപോലെ സോഫ്റ്റും ക്രിസ്പിയുമായി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ള എല്ലാ മാവിലും നമുക്ക് വടകൾ ഉണ്ടാക്കിയെടുക്കാം.
ഇതുപോലെ ബാക്കിയുള്ള മാവെല്ലാം വെച്ചിട്ട് നമുക്ക് വട ഉണ്ടാക്കിയെടുക്കാം. സ്പൂണിൽ കുറച്ച് വെള്ളം നനച്ചിട്ട് മാവ് കോരി ഒഴിക്കുകയാണെങ്കിൽ ഇതുപോലെ മാവ് സ്പൂണിൽ ഒട്ടിപ്പിടിക്കത്തില്ല. നമ്മൾ കൈ കൊണ്ടിടുകയാണെങ്കിലും കയ്യിലും എണ്ണയോ വെള്ളമോ മുക്കിയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ, ഇതുപോലെ മാവ് ഇടുന്നതെങ്കിൽ കയ്യിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചൊന്നും വരത്തില്ല. അപ്പോൾ നമ്മുടെ എല്ലാ വടയും ഒരുങ്ങിയിട്ടുണ്ട്. നമുക്ക് കോരി മാറ്റാം. ബോൾസ് വലുതാണെങ്കിൽ നിങ്ങൾ മുറിച്ചിടണം. അപ്പോൾ വടയെല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി കൂട്ടുകറി ഉണ്ടാക്കാൻ തുടങ്ങാം. ഇനി കൂട്ടുകറിക്കായിട്ട് നമ്മൾ 2 കിഴങ്ങ് തൊലി ചെത്തി നല്ലപോലെ കഴുകി അരിഞ്ഞ് വച്ചിരിക്കുകയാണ്. 2 വലിയ കിഴങ്ങാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. 2 സവാള നമ്മൾ ഇതുപോലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ 1 തൊണ്ടമുളകും എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആ മുളകില്ലെങ്കിൽ പച്ചമുളക് എടുത്താലും മതി. നമ്മൾ വട ഉണ്ടാക്കി അതേ എണ്ണ തന്നെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചട്ടി ചൂടാകുമ്പോഴേക്കും എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മളിപ്പോൾ 1 ടേബിൾ സ്പൂൺ എണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. എണ്ണ ചൂടാകുമ്പോഴേക്കും നമുക്കതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഇനി സവാള നമുക്ക് വഴറ്റിയെടുക്കാം. ചെറുതായിട്ടൊന്ന് വാടി കിട്ടണം സവാളയൊക്കെ. സവാളയൊന്ന് ചെറുതായിട്ട് വാടി വന്നപ്പോഴേക്കും നമ്മൾ അതിലേക്ക് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുത്തേ. ഉരുളക്കിഴങ്ങും കൂടി ചേർത്ത് നമുക്ക് വഴറ്റിയെടുക്കാം. ഇനി ഇങ്ങനെ തന്നെ ഇത് കുറച്ച് സമയം കിടക്കട്ടെ. അങ്ങനെ കിടന്ന് വെന്തോട്ടെ. ഇനി നമുക്കിതിലേക്ക് മുളക് ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്ത് വഴറ്റിയെടുക്കാം. സവാളയും കിഴങ്ങുമൊക്കെ ഒന്ന് വഴന്ന് വരുമ്പോഴേക്കും നമുക്കതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. നമ്മൾ 1 തേങ്ങയുടെ 1/4 ഭാഗത്തിൽ നിന്ന് 1-ാം പാലും 2-ാം പാലും എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ 2-ാം പാൽ ഇപ്പോൾ 3 കപ്പ് എടുത്തിട്ടുണ്ട്. അത് നമ്മളിപ്പോൾ ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ പാലിൽ കിടന്നാണ് ഇനി നമ്മളെ കിഴങ്ങൊക്കെ വേവുന്നത്. ഇനി ഈ പാലൊന്ന് കുറുകി വരണം. അപ്പോൾ കുറച്ച് സമയം നമുക്ക് ഇങ്ങനെ തന്നെ അതിനെ ഇട്ടേക്കാം. ഇനി നമുക്കിത് അടച്ചു കൊടുക്കാം. അപ്പോൾ ഇതിങ്ങനെ ഇരുന്ന് തിളച്ചോട്ടെ. നമുക്ക് ഈ ഒരു സമയം അടപ്പ് തുറന്നു കൊടുക്കാം. നമ്മുടെ തേങ്ങാപ്പാലൊക്കെ ഇരുന്ന് തിളച്ചിട്ടുണ്ട്. ഇതിനിയൊന്ന് ഇരുന്ന് കുറുകി വരട്ടെ. ഈ ഒരു സമയം നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. സാധാരണ മുളക് പൊടിയാണെങ്കിൽ 1.5 ടീസ്പൂൺ മതിയാകും. 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. വീണ്ടും നമുക്ക് എരിവൊക്കെ നോക്കിയിട്ട് കുറവാണെങ്കിൽ പിന്നീട് ചേർക്കാവുന്നതേ ഉള്ളൂ. ഇനി ഇതിൻ്റെയൊക്കെ പച്ചമണം മാറ്റിയെടുക്കണം. നമുക്ക് വേണമെങ്കിൽ സവാളയും കിഴങ്ങുമൊക്കെ വഴറ്റിയിട്ട് ആ ഒരു സമയം പൊടികൾ ചേർത്തിട്ട് അതിൻ്റെ പച്ചമണം മാറുമ്പോൾ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്താലും മതി. അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താലും മതി. കിഴങ്ങൊക്കെ ഇനിയും വേവാനുണ്ട്. അതുകൊണ്ട് നമുക്കിതിനെ ഇനി അടച്ചു വെച്ച് കുറച്ച് സമയം വേവിക്കാം. ഇനി നമുക്കിതിൻ്റെ അടപ്പ് തുറന്നു കൊടുക്കാം. നമുക്ക് ഈ ഒരു സമയം ഇതിനാവശ്യമായിട്ടുള്ള അത്രയും ഉപ്പിട്ട് കൊടുക്കാം. നമ്മളിപ്പോൾ 1.5 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ടുള്ള ഉപ്പ് ചേർക്കുക. ഇനി നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. നമുക്ക് കിഴങ്ങ് വെന്തോന്ന് നോക്കാം.
നമ്മുടെ കിഴങ്ങെല്ലാം ഇപ്പം നല്ലപോലെ വെന്തിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. നമ്മളൊരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ഇടുകയാണ്. നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഇതൊക്കെ ചേർത്താൽ മതി. വീണ്ടും നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. നമുക്ക് അടപ്പ് തുറന്നു കൊടുക്കാം. നമ്മുടെ കറിയെല്ലാം നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഇനി നല്ലപോലെ ഇത് ഇളക്കി കൊടുക്കാം. കറി കുറച്ചുകൂടി കുറുകാനുണ്ട്. അപ്പോൾ ഇത് കുറച്ച് സമയം ഇങ്ങനെ തന്നെ കിടന്ന് കുറുകിക്കോട്ടെ. ഈ ഒരു സമയം നമുക്കിതിലേക്ക് 1/4 പാൽ ഒഴിച്ചു കൊടുക്കാം. നമ്മളിപ്പോൾ 1.5 കപ്പ് 1/4 പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മുടെ വട കുറുകാൻ ആവശ്യമായിട്ടുള്ളത്രയും കറി ഇതിൽ വേണം. ഓവറായിട്ട് ഇതിനെ കുറുക്കിയെടുക്കാൻ പാടില്ല. ഈ ഒരു സമയം നമുക്ക് വീണ്ടും ഇതിൽ ഉപ്പ് നോക്കാം. തീ ഇപ്പോൾ നല്ലപോലെ കുറച്ചിടണം, അല്ലെങ്കിൽ നമ്മുടെ 1/4 പാൽ തിളച്ചു പോവും. അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മളിപ്പോൾ ഉപ്പ് നോക്കിയിട്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങളുടെ ടേസ്റ്റ് നോക്കിയിട്ട് മാത്രം വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതിയേ. നമ്മുടെ ചാറെല്ലാം ഇപ്പം നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു സമയം നമ്മൾ മൊരിച്ചു വെച്ചിരുന്ന വട തട്ടിക്കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഇതിനെ മിക്സ് ചെയ്ത് കൊടുക്കണം. നമുക്ക് ഈ സമയം കറിക്ക് ആവശ്യമായിട്ടുള്ള ഗരം മസാല ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ 1 ടീസ്പൂൺ ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. വടയൊക്കെ കുതിരുമ്പോഴേക്കും ഈ കാണുന്ന കറിയെല്ലാം വറ്റി കറക്റ്റ് പരുവത്തിനായിക്കോളും. നമ്മുടെ കറി ഇപ്പോൾ കറക്റ്റ് പരുവായിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള കടുക് വറുക്കാം. അതിനായിട്ട് ആദ്യം ചട്ടി അടുപ്പത്ത് വെക്കണം. എന്നിട്ട് അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. ഈ എണ്ണ നമ്മൾ വട വറുത്ത അതേ എണ്ണയാണ്. എണ്ണ ചൂടാകുമ്പോഴേക്കും നമുക്കതിലേക്ക് കടുക് തട്ടി കൊടുക്കാം. കടുകെല്ലാം പൊട്ടുമ്പോഴേക്ക് അതിലേക്ക് 3 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കാം. ഇത്രയും വഴലുമ്പോഴേക്കും നമുക്കിനി ഇതിനെ എടുത്ത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതും കൂടെ ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. നമുക്കിനി ഇത് കുറച്ച് സമയം അടച്ച് വെച്ചിരിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ കൂട്ടുകറി റെഡി. അപ്പോൾ എല്ലാവരും ഇപ്രാവശ്യത്തെ ഓണസദ്യയുടെ കൂടെ ഈ കൂട്ടുകറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ സജഷൻസ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുള്ളവരെല്ലാവരും സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. താങ്ക് യു.